അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിപ്പോൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ എന്നതിനെക്കുറിച്ച്. പക്ഷെ നമ്മൾ ഇസ്ലാമികപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻസ് വരാറുണ്ട്. മാനിഫെസ്റ്റേഷൻ അത് ഇസ്ലാമികമായിട്ട് തെറ്റാണോ ശരിയാണോ, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരാറുണ്ട്. മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം. പക്ഷേ വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നിട്ടില്ല ഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് തരുമെന്നുള്ളത്. ഇതൊരുപാട് 1500 വർഷങ്ങൾക്ക് മുന്നേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു വേദഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഈ എന്താ പറയുക മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് 28 ദിവസമായിട്ട് മാജിക് പ്രാക്ടീസായിട്ട് കൊടുക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് എന്നുള്ളത്. അതിൽ ഡേ 1ൻ്റെ കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡേ 1 നമുക്കിന്ന് ചെയ്ത് നോക്കാം. ഡേ 1 വരുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യുക, 28 ദിവസം ചെയ്യണം ഇതട്ടാ. രാവിലെ ബാക്കിയുള്ള പ്രാക്ടീസൊക്കെ ഓരോ ദിവസം ചെയ്താൽ മതി. പക്ഷേ ഈ ഡേ 1ഉം ഡേ 2ഉം 28 ദിവസം ചെയ്യണം. ഡേ 1 വരുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ അനുഗ്രഹങ്ങളെ എണ്ണുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നേരം വെളുത്ത് എഴുന്നേറ്റ് നമുക്ക് ഓർമ്മ വരും എങ്ങനെ നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, നമ്മളെ വേദനിപ്പിച്ച സിറ്റുവേഷൻ, നമ്മളെ വേദനിപ്പിച്ച എക്സ്പീരിയൻസ്, വേദനിപ്പിച്ച വ്യക്തികൾ, നമുക്കുണ്ടായിട്ടുള്ള വേഴ്സ് സിറ്റുവേഷൻസാണ് പലപ്പോഴും നമ്മുടെ മെമ്മറിയിലേക്ക് ഓടി വരിക. കാര്യം നമ്മുടെ ജീവിച്ചു വന്ന സിറ്റുവേഷൻ ഒന്നും അങ്ങനെയാണ്. ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് തരാനേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യുക, നമ്മളായിട്ട് നമ്മുടെ കാര്യങ്ങളെ ചേഞ്ച് വരുത്തുക എന്നുള്ളത് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ജീവിതം അത്ഭുതകരമായ രീതിയിൽ മാറി മറിയും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലൊരു 10 രൂപയുള്ളൂ ഇന്ന്, വേറെ ഒന്നുമില്ല. നമ്മൾ ആ 10 രൂപ എടുത്ത് വെച്ചോണ്ട് ആ 10 രൂപയോട് സംസാരിക്കുക. ഇങ്ങനെ താങ്ക് യു മണി, നീ എന്നിലേക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ജനിച്ച ആ സമയം മുതൽ ഇന്ന് ഇത്രയും ഞാൻ ജീവിച്ചിരുന്നതെല്ലാം നിൻ്റെ പ്രസൻസാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ധരിച്ച വസ്ത്രങ്ങളും ഞാൻ കഴിച്ച ഭക്ഷണവും ഞാൻ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എന്താണ്, നീയാണ് എനിക്ക് എത്തിച്ചു തന്നത്. അതുകൊണ്ട് താങ്ക് യു. നീ എന്ത് ചെയ്യണം, നിൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും നീ എൻ്റെ അടുത്ത് വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, മണിയോട് വളരെ ഹാപ്പിയായിട്ട് സംസാരിക്കാം. അപ്പം മണിക്ക് ഭയങ്കര എല്ലാത്തിനും എവരിത്തിങ് ഈസ് എനർജി എന്ന് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ മണിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, അത് നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കുഞ്ഞൊരു ചിലപ്പോൾ ഫോൺ വിളിച്ചിട്ട് എന്താ പറയുക, സുഖമല്ലേ മാത്രം ചോദിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടോ, നമുക്ക് സങ്കടമൊക്കെ വന്നിട്ടുണ്ടോ, പക്ഷെ സുഖമല്ലേ എന്ന് ചോദിച്ചതിന് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രേറ്റ്ഫുൾ ആയിക്കഴിഞ്ഞാൽ മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ച് ലൈഫിലുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞൊരു എന്താ പറയുക കരിയറിൽ നമുക്ക് ചിലപ്പോൾ ഒരു 10 രൂപ കിട്ടുന്നൊരു ജോലിയാണെങ്കിലും അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ കരിയറിൽ ഭയങ്കര ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. എന്നാൽ കൗണ്ട് ചെയ്യാതിരിക്കുമ്പോൾ എന്തുണ്ടാവുക, കൗണ്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൗണ്ട് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന അപകടം എന്താണ്, നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കും. നമ്മളെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, നിരന്തരം നെഗറ്റീവ് ഓറ നമുക്ക് ക്രിയേറ്റഡ് ആകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ബോധേഡായിട്ട് കോൺഷ്യസ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഇത് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെയാണ് ചെയ്യേണ്ടത്. ദിവസം 10 എണ്ണമൊക്കെ ചെയ്താൽ മതി. രാവിലെ എഴുന്നേറ്റ ഉടനെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, പിന്നെ കാരണം എന്താണ് എന്നുള്ളത് കൂടി എക്സാമ്പിളായിട്ട് താങ്ക് യു ഫോർ മൈ ഹെൽത്ത്, എൻ്റെ പരിപൂർണമായ ആരോഗ്യത്തിന് നന്ദി. കാരണം എനിക്കിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇൻഡിപെൻഡൻ്റായിട്ട് എഴുന്നേറ്റ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയതിന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് അതുപോലെ 10 എണ്ണം എഴുതാം. ഇന്ന കാര്യത്തിനാണ്
നമ്മൾ എൻ്റെ ജോലിക്ക് നന്ദി. എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എന്നുള്ളത്. അത് എന്തിനാണ് പിന്നെ അതിൻ്റെ കാരണം കൂടിയിട്ട് എഴുതുക. അങ്ങനെ 10 കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ദിവസത്തെ ചലഞ്ച് ട്ടാ. ശേഷം എന്ത് ചെയ്യണം, നമ്മൾ 10 വായിക്കണം. 10 വായിച്ചിട്ട് ആദ്യം ഒന്ന് വായിക്കുക, താങ്ക് യു ഫോർ മൈ ഹെൽത്ത്, എൻ്റെ പരിപൂർണമായ ആരോഗ്യത്തിന് നന്ദി. കാരണം ഞാനിത് രാവിലെ ഇൻഡിപെൻഡൻ്റായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് എനിക്ക് ആരോഗ്യമുള്ളത് കൊണ്ടാണ് എന്നുള്ളത് എഴുതിയിട്ട് ഹൃദയത്തോട് കൈവച്ചുകൊണ്ട് താങ്ക് യു, പരിപൂർണ്ണ ആരോഗ്യത്തിന് നന്ദി, താങ്ക് യു, താങ്ക് യു. അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് പറയാം. ഫീലിങ്ങിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. മാനിഫെസ്റ്റേഷനിൽ ഗ്രാറ്റിറ്റ്യൂഡിലൊക്കെ ഫീലിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൃദയത്തെക്കുറിച്ചാണല്ലോ എല്ലാ വേദഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ളത്. കാര്യം ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഷയേക്കാൾ ഉപരി നമ്മളെ ഫീലിംഗാണ് ഭഗവാന് മനസ്സിലാവുക. ഇത് നമ്മൾ 28 ദിവസം ഈ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെ എന്ത് ചെയ്യണം, നാളെ ചെയ്യാനുള്ള പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാജിക് സ്റ്റോൺ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലെസ്സിങ്സിന് ഓർമ്മ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റോണ് കയ്യിൽ വെക്കാം. സ്റ്റോണ് കയ്യിൽ വെക്കുമ്പോൾ നമുക്ക് എന്താവും, ഓർമ്മ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ജപമാല തസ്ബീഹ്മാല ഒക്കെ കയ്യിൽ വെക്കുമ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ നമുക്ക് തസ്ബീഹ് ചെല്ലണം എന്നുള്ളൊരു ഓർമ്മ വരും. അതുപോലെ എന്ത് ചെയ്യുക, ഒരു സ്റ്റോണ് എടുക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതലുണ്ടായ ബ്ലെസ്സിങ്സിനെ നമുക്ക് ഓർമ്മിക്കണമല്ലോ എന്നുള്ളൊരു ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസാണ് നാളെ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഒരു സ്റ്റോണ് നമ്മൾ കരുതി വെക്കണം നാളത്തേക്ക് കേട്ടോ. പിന്നെ ഡെയിലി നമ്മൾ ഒരേ കാര്യമല്ല ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടത്. നമ്മളെ ലൈഫിൽ ഒരുപാട് കാര്യം, ഇപ്പോൾ നമ്മൾ കണ്ണിന് തന്നെ ഉണ്ട് 10 അനുഗ്രഹങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞു, അതുപോലെ ഓരോന്നിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഇന്നുവരെ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ മാറി 10 എഴുതണം കേട്ടോ. അപ്പോൾ അതാണ് ഡേ 1 പ്രാക്ടീസ്. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കരുത്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. നമ്മുടെ ലൈഫിൽ നിന്ന് ഒരുപാട് നെഗറ്റിവിറ്റി മാറിക്കിട്ടും, നമ്മുടെ ഹെൽത്ത് ചലഞ്ചുകൾ മാറും, കരിയർ ബ്ലോക്ക് മാറും, എല്ലാം മാറി നമ്മൾക്ക് നല്ലൊരു ഓറ ക്രിയേറ്റഡ് ആവുന്ന നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീലിംഗ് നമ്മുടെ ലൈഫിൽ നമുക്ക് വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അതിനൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്ത് കാണരുത്. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്താലാണ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ, അങ്ങനെയല്ല. ഭഗവാൻ നമ്മൾ പഠിച്ച നമ്പരാൻ നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു എന്താ പറയുക നന്ദി. ഭഗവാന് വേറെ ഒന്നും നമ്മളടുത്ത് ചോദിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾക്ക് നന്ദി ഉണ്ടായാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നന്ദി എന്താ പറയുക ചെയ്യുന്നതിൻ്റെ ഒരു രൂപമാണ് ഈ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ്. അത് ഇസ്ലാമികപരമായിട്ട് ഡൗട്ടൊന്നും വേണ്ട, ഖുറാനിലെ ആയത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡേ 1 നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ദിവസം ഡേ 2 വീഡിയോസായിട്ട് വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.